The Inevitable Creators ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഹെയർ കട്ട് വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞാനൊരു ഓൾമോസ്റ്റ് ഒരു 2 years ആയി ഹെയർ കട്ട് ചെയ്തിട്ട്. ഒരു 2 years മുമ്പ് ഒരു ബ്രാൻഡ് വെല്ല പ്രൊഫഷണൽസിന്റെ ഒരു പുതിയൊരു ഹെയർ കളറിന്റെ ബ്രാൻഡിന്റെ ആഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് അവർ തന്നെ ഹെയർ കട്ട് ചെയ്തിട്ട് ഈ കളർ ചെയ്തത്. ഈ കളർ എനിക്ക് ഹെയർ ഫുള്ളുണ്ടായിരുന്നു. ഇപ്പം ഇങ്ങനെ വളർന്ന് കുറെ കട്ട് ചെയ്താണ്. ഇപ്പം ഇത് ഇങ്ങനെ താഴെ മാത്രമായത്. ഈ കുറച്ച് പോർഷനും കൂടെ ഉള്ളൂ ഇനി. അപ്പം ഞാൻ അന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഞാൻ കട്ട് ചെയ്തിട്ടേ. പിന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്തൊക്കെ നന്നായിട്ട് മുടി നീളം വെച്ചിട്ടുണ്ടായിരുന്നു. കട്ടിയില്ല, എൻ്റെ മുടി പൊതുവെ നല്ല കട്ടി കുറവാണ്. നീളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ നമ്മൾക്കറിയാം ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കാനുള്ള അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം ഒക്കെ കഴിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മുടി നീളം വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മീൻസ് ഞാൻ വീട്ടിൽ വെച്ചിട്ട് തന്നെ കുറച്ചങ്ങ് നിരപ്പാക്കി കട്ട് ചെയ്ത് ഷേപ്പൊന്നും വരുത്താൻ നിന്നില്ല. അമ്മയെ കൊണ്ട് അങ്ങ് കുറച്ചങ്ങ് ഭാഗം കട്ട് ചെയ്ത്. കാര്യം എനിക്ക് ലോങ് ഹെയർ എനിക്ക് ചേരത്തില്ല. അപ്പം പാർലറിൽ പോയി കട്ട് ചെയ്യുന്ന ഇപ്പോൾ ഒരു 2 yearsന് ശേഷമാണ്. അപ്പം ഞാൻ അങ്ങനെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോൾ 4 months ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഹെയർ ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഷോർട്ടാക്കാം. ഒരുപാട് ഷോർട്ടല്ല, ഈ ഉള്ള ലെങ്ത്തിൽ കുറച്ചൊന്ന് ഷോർട്ടാക്കുക. ഫ്രണ്ടിൽ കുറച്ച് ഈ തോള് വരെയൊക്കെ ഒന്ന് കട്ട് ചെയ്തിടുക, എന്നാലും എനിക്ക് ചേരത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പം പോകുന്നത്. ഞാൻ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് നമ്മുടെ ശാസ്തമംഗലത്തുള്ള ബോബ് എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി പാർലറിലാണ്. അവിടെ ചേട്ടന്മാരാട്ടോ മുടി വെട്ടണം, നല്ല അടിപൊളിയായിട്ട് മുടി വെട്ടിത്തരും. ഞാൻ മുമ്പൊക്കെ അവിടെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 years മുമ്പ് അത് ചെന്നൈയിൽ നിന്ന് വന്ന അവരുടെ മെയിൻ ആൾക്കാരാണ് അന്ന് കട്ട് ചെയ്ത് തന്നെ. ഈ വെള്ളയുടെ അവരുടെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഹെയർ സ്റ്റൈലിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവരാണ് കട്ട് ചെയ്ത് തന്നത്. അതിനുശേഷം ഞാൻ ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. അന്ന് അവർ കട്ട് ചെയ്ത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പം നമ്മൾ 1 year ആയിട്ട് ഒരിടം പോകുന്നില്ലല്ലോ, വേറെ പരിപാടിയൊന്നുമില്ല, ഷൂട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇതായിട്ടിരുന്നോണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഇപ്പം എനിക്ക് നല്ല രീതിയിൽ മുടി കട്ടിയില്ല, പക്ഷെ നീളമായിട്ടിരിക്കുന്ന കാരണം ഭയങ്കര വൃത്തിയായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളയാം. വെറുതെ നമ്മൾ കട്ടിയില്ലാതെ നീളമായിട്ട് ഇട്ടിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.
അപ്പം ഞങ്ങളിതാ ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഞാൻ ചെയ്തേക്കുന്ന ലെയർ കട്ടാണ്. മുമ്പ് ഞാൻ അവിടെ സ്റ്റെപ്പും ലെയറും കൂടെ ഉള്ള ഒരുമിച്ചുള്ള കട്ടാട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ലെയർ കട്ടാണ് ചെയ്തേക്കുന്നത്. അതുപോലെ കുറച്ച് ഫ്രണ്ടിലും കുറച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കാരണം എനിക്ക് ഹെയർ ഭയങ്കര കട്ടി കുറവാണ്, ഭയങ്കര വൃത്തികേടാണ്, കട്ടി കുറവാണ്ട് എനിക്ക്. അപ്പോൾ ലെയർ കട്ട് ചെയ്ത് കുറച്ച് ബൗൺസി ആയിട്ട് കുറച്ചെങ്കിലും തോന്നിക്കും എന്നാ ചേട്ടൻ പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ചു, ഞാൻ ചെന്നോണ്ടേ പറഞ്ഞതാ ചേട്ടാ എനിക്ക് ഹെയർ ഭയങ്കര കട്ടി കുറവാണ്, ഓൾറെഡി ഹെയർ ഫാളും കൂടെ ഉണ്ട്. അപ്പം എനിക്ക് അതിനെ പറ്റിയ ഒരു ഹെയർ കട്ട് ലെയർ ആയിരിക്കും കുറച്ചും കൂടെ നല്ലത്. സ്റ്റെപ്പ് ഇട്ടാലും അത്ര ശരിയാവത്തില്ല. അപ്പം ബാക്കിലൊരു യു ഷേപ്പിലുള്ള ഒരു ലെയർ കട്ടാണ് ചെയ്ത് തന്നേക്കുന്നത്. ഫ്രണ്ടിൽ കുറച്ച് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ വന്നിട്ട് ഹെയർ കട്ടിന് 350 റുപ്പീസാണ് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് ശാസ്തമംഗലത്താണ്, ബോബ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ താഴെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ പേരും ഫോൺ നമ്പറും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളില്ല, ചെറിയൊരു വിശേഷം വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വരുന്ന വ്ളോഗുകളിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതുവരെ നെക്സ്റ്റ് വ്ളോഗിലേക്ക് കാണുന്നത് വരെ ബൈ.